നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് ചെണ്ടുമല്ലി കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം PGPR എന്ന ഒരു വളക്കൂട്ടിനെ പറ്റിയിട്ടാണ്. ഇത് വളക്കൂട്ടാണോ, സൂക്ഷ്മാണുവളാണോ, അതോ മണ്ണിൻ്റെ കണ്ടീഷൻ ഉഷാറാക്കുന്ന ബാക്ടീരിയകളുടെ മിശ്രിതമാണോ, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സാധനം. അപ്പം നമ്മൾ പലപ്പോഴും ഈ കൃഷി ചെയ്യുമ്പോൾ ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കാനൊക്കെ മണ്ണെടുക്കുമ്പോൾ പറയും ധാരാളം കളകളുള്ള സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കണം എന്ന് പറയും. കളകൾ നല്ലോണം വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ പുല്ലൊക്കെ കൂടുതൽ വളരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള, അപ്പോൾ ആ സ്ഥലത്തെ മണ്ണെടുത്ത് വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ചില സ്ഥലത്ത് ചില പറമ്പിലൊക്കെ കാണാം മണ്ണ് പുല്ല് പോലും മുളയ്ക്കില്ല, അങ്ങനത്തെ ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഇല്ലാത്ത മണ്ണൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും. നമ്മൾ ഏത് മണ്ണെടുത്തതൊന്നും അറിയില്ല. അപ്പം നമ്മളുടെ ഗ്രോ ബാഗിലെ അല്ലെങ്കിൽ വരമ്പ് പോലെയുള്ള സ്ഥലത്തെ ഈ കൃഷി ചെയ്യുന്ന ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനുള്ള കുറച്ച് വിദ്യകളാണ് പറയുന്നത് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളിപ്പോൾ ജൈവവളം ഉപയോഗിച്ചിട്ടാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. അതായത് 2 ചെടികൾ തമ്മിൽ 40 സെൻറ്റിമീറ്റർ അകലം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത 2 ചെടികളുടെ ഇടയിൽ 40 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ 2 ചെടികളുടെ ഇടയിൽ ചെറിയ കുഴികൾ കുത്തുക. കുഴികൾ കുത്തിയതിന് ശേഷം അതിലേക്ക് നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും തരം കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം, ഇനി കോഴിവളമാണെങ്കിൽ കോഴിവളം, ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ, കരിയിലകൾ കുറച്ചെടുക്കുക. ഇതെല്ലാം കൂടിയിട്ടിട്ട് നമ്മളുടെ 2 ചെടികളുടെ ഇടയിൽ ഒരു കുഴി ഉണ്ടാക്കി കുഴിച്ചിടുക. അങ്ങനെ കുഴിച്ചിട്ടാൽ അവിടെ സൂക്ഷ്മാണുക്കൾ ധാരാളമായി പ്രവർത്തിക്കും. അങ്ങനെ ആ ഏരിയയിൽ നമ്മൾ മുന്നിട്ടിട്ടുള്ള വളങ്ങളെയൊക്കെ ഈ സൂക്ഷ്മാണുക്കൾ വളം രൂപത്തിലാക്കി ചെടികൾക്ക് കൊടുക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ചെടി കുഴിച്ചിടുമ്പോൾ വാമ് കൊടുക്കണം എന്ന് പറയുന്നത്. ഒരു ലേശം വാമിട്ട് കൊടുക്കണം എന്ന് പറയും. ഓരോ കുഴിയിലും ചെടി കുഴിച്ചിടുമ്പോൾ ഒരു ലേശം വാം. ഇനി വാമ് കൊടുക്കാത്ത ആളുകൾ ഇപ്പോഴും ഈ ചെടിയോട് അടുപ്പിച്ച് ചെറിയൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ട്, കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേശം വാമിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ചെടികളുടെ ഗ്യാപ്പിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ജൈവ വളങ്ങൾ ഏതെങ്കിലും കൊണ്ട് കുറച്ച് കുഴിച്ചിടാൻ പറഞ്ഞു. ഇങ്ങനെ കൊടുക്കുന്നത് അതുപോലെ കരിയില പറഞ്ഞപ്പോൾ നനവുള്ളതായിരിക്കാം, പക്ഷെ ഇപ്പോൾ മഴ കുറവാണ്, പല സ്ഥലത്തുനിന്ന് കഴിച്ചെടുക്കാം. അതൊക്കെ പോക്കറ്റുകളായിട്ട് നിക്ഷേപിക്കുന്നതൊക്കെ ആ ഭാഗത്തെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പുല്ലൊക്കെ മുളയ്ക്കുകയാണെങ്കിൽ പുല്ല് പറിച്ചിട്ട് അതേപോലെ പുല്ല് അരിഞ്ഞിട്ട്, പുല്ല് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ എടുത്ത പുല്ല് തന്നെ ആ കുഴിയിലിട്ട് അഴുകണ തരത്തിൽ മൂടിയിടാം. വേര് പൊട്ടിക്കുകയാണ് പരമാവധി നല്ലത്. അങ്ങനെയൊക്കെ അതും ഈ മണ്ണിനെ കണ്ടീഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനുള്ള മറ്റൊരു കാര്യം, അതായത് നമ്മളെ മണ്ണ് റിച്ച് ആയാൽ മാത്രമേ നമ്മൾക്ക് ഈ ചെടി വേര് വഴി ഈ ആഹാരം വലിച്ചെടുക്കുള്ളൂ. അതിന് ചെയ്യാൻ പറ്റിയ കാര്യം, നമ്മൾ എത്ര വളം കൊടുത്താലും ആ വളം ചെടി വലിച്ചെടുക്കാത്ത രൂപത്തിൽ മണ്ണിൽ ബാക്ടീരിയകളോ അല്ലെങ്കിൽ അതിന് വേണ്ട സൂക്ഷ്മാണുക്കളോ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു മിശ്രിതമാണ് PGPR. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. അതിന് പകരം നമ്മൾ പഴയ കാലത്ത് പാടത്തൊക്കെ പയറ് വിതയ്ക്കില്ലേ, ആ പയറ് വിതയ്ക്കുമ്പോൾ പയറ് വിതച്ചിട്ട് അത് പൂടാറാവുന്ന സമയത്ത് അത് എടുത്ത് അതിൻ്റെ വേരും തണ്ടും എടുത്തിട്ട് ആ കണ്ടത്തിൽ തന്നെ പാടത്ത് തന്നെ ഇട്ട് പൂട്ടിക്കളയും. അപ്പോൾ ഈ പയർ മുഴകളിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ സ്വീകരിച്ചിട്ട് വളങ്ങളാക്കി മാറ്റി അവിടെ ഇരിക്കുന്ന റൈസോബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ നമ്മൾ പാടത്തിട്ട് ഇതിൻ്റെ ചണ്ടിയും വേരും എല്ലാം കൂടി പൂട്ടുമ്പോൾ അത് മണ്ണിൽ കലരുകയും അത് നെൽകൃഷിക്ക് വളമായി ഉപയോഗിക്കുകയും ചെയ്യും. അതുപോലെ ഉള്ള ഒരു പരിപാടിയാണ് PGPR. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, PGPR ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 മണി പയറ് ചെടിയുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും കുഴിച്ചിട്ട് അത് പടരുത്, നമ്മളെ ചെടിമയ്ക്ക് പടരുത്. വളം ചെണ്ടുമല്ലിക്ക് കൊടുത്താൽ മതി, പയർ തന്നെ വളർന്നോട്ടെ. ആ പയർ വളർന്ന് പൂടാറാവുന്ന സമയമാകുമ്പോൾ അത് വേരോട് കൂടി പിഴുതെടുക്കുക. എന്നിട്ട് അത് കഷ്ണാക്കി വേരും എല്ലാം അരിഞ്ഞ് ഈ ചെണ്ടുമല്ലിയുടെ തൊട്ടടുത്ത് തന്നെ കുഴിച്ചിടുക. ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ എന്താ വെച്ചാൽ ഈ ബാക്ടീരിയകൾ അവിടെ കൂടുകയും അവിടെ പ്രോസസ്സിങ് നടന്നിട്ട് വളം കൂടുതൽ വലിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് കുറച്ച് സമയമെടുക്കും. ഒരു പയർ വിത്തിട്ടിട്ട് കുറച്ച് കാലം ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളെ ചെടിയുടെ ഒപ്പം ഒരു പയർ വിത്ത് കുഴിച്ചിട്ടാൽ ഇനി കുറച്ചു കാലം കൂടി ഉണ്ടല്ലോ, 2 മാസം കൂടി ഉണ്ടല്ലോ ചെടി. അത്രയും കാലയളവിൽ ഈ ബാക്ടീരിയകളുടെ സാന്നിധ്യം കിട്ടാനും വളം കൂട്ടാനും ഇങ്ങനെ ചെയ്യാം കേട്ടോ. പയർ പടരരുത്, കുറ്റിപ്പയർ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ചെയ്യാം. ഈ PGPR എന്താ ചെയ്യുന്നത് വെച്ചാൽ PGPR
അസറ്റോബാക്ടർ എന്ന് പറയുന്ന നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ, അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജന് വളമാക്കി മാറ്റി ഇതിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ബാക്ടീരിയകളുണ്ട്. അസറ്റോബാക്ടർ, അസോസ്പെറില്ലം. അതുപോലെ നമ്മൾ എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ എല്ലുപൊടിയായിട്ട് തന്നെ ചെടി എടുക്കില്ല. എല്ലുപൊടിയെ ലയിപ്പിച്ച് വാട്ടർ സൊല്യൂബിൾ ഫോമിലേക്ക് ലയിപ്പിച്ച് ഫോമിലേക്ക് മാറ്റിയിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫോസ്ഫറസ് ബാക്ടീരിയയുടെ ഒരു മിശ്രിതം. അതുപോലെ പൊട്ടാഷ് വളങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് പൊട്ടാഷിനെ ഈ കൺവേർട്ട് ചെയ്തിട്ട്, അതായത് വലിച്ചെടുക്കുന്ന രൂപത്തിലാക്കാൻ സഹായിക്കുന്ന ഈ ബാക്ടീരിയ. ഇതല്ലാത്ത കുറേ സൂക്ഷ്മാണുക്കൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടാണ് PGPR. അപ്പം നിങ്ങൾ ഈ PGPR അന്വേഷിച്ചിട്ട് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടാവും അതിന്. യൂണിവേഴ്സിറ്റിയുടെയോ നല്ല കമ്പനികളുടെയൊക്കെ, ഞാനൊക്കെ ഈ ചെടികൾക്ക് ഉപയോഗിക്കുന്ന അപ്ടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ഇതാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ PGPR മേടിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇതേപോലെ വട്ടത്തിലൊരു ചെറിയ ചാല് കയറി, രാസവളം ഇടുന്ന സമയത്തോ ഇത് ഇട്ടിട്ട് ഉടനെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ രാസവളം ഇടും ചെയ്യത്, ഒരു ചെറിയ ഒരു ചാല് പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ PGPR മിശ്രിതം ചാണകപ്പൊടിൻ്റെയോ മണ്ണിര കമ്പോസ്റ്റിൻ്റെയോ വേപ്പും പിണ്ണാക്കിൻ്റെയോ എല്ലുപൊടിയുടെയോ ചകിരി കമ്പോസ്റ്റിൻ്റെയോ ഒപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പാക്കറ്റ് മേടിച്ചാൽ കുറേ ഒരു 10, 25, 30 കിലോ 40 കിലോയിലേക്ക് മിക്സ് ചെയ്യാം, വളങ്ങളിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ ചെടികളുടെ ചുവട്ടിൽ ചെറുതായി വെതറി കൊടുക്കുക, മൂടി കൊടുക്കുക. ഇത് വൈകുന്നേര സമയത്താണെങ്കിൽ ആ തണുപ്പിൽ വേഗം പിടിച്ച് മണ്ണിലേക്ക് ലയിച്ചു പോയിക്കോളും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളത്തെ മുഴുവൻ നഷ്ടപ്പെടുത്താതെ ആ ഏരിയയിൽ തന്നെ നിലനിർത്തി ചെടിക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു വളക്കൂട്ടാണ് PGPR1. ഇനി PGPR2 ഉണ്ട്. PGPR2 എന്ന് പറയുന്നത് സുഡോമോണസ്, ട്രൈക്കോഡർമ തുടങ്ങിയ നമ്മളെ ചെടികൾക്ക് ഫംഗസ്, മറ്റുള്ള വേര് സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ വരുത്തുന്ന അണുക്കളെയും സൂക്ഷ്മാണുക്കളെയും വൈറസിനെയും ഫംഗസിനെയും ഒക്കെ തടയുന്ന കുറേ സാധനങ്ങൾ, ഇവയുടെ എല്ലാം കൂടി കൂട്ടാണ് PGPR2. അപ്പോൾ ഇത് രണ്ട് സമയങ്ങളിലായിട്ട് ചെടികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ മണ്ണ് കണ്ടീഷൻ ചെയ്യുക എന്ന് പറയുക. മണ്ണ് കണ്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾ, ചീത്ത സൂക്ഷ്മാണുക്കളെയൊക്കെ ഒഴിവാക്കി നല്ല സൂക്ഷ്മാണുക്കളും ഒക്കെ അവിടെ നിലനിർത്തിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളത്തെ ചെടിക്ക് വലിച്ചെടുക്കാനുള്ള രൂപത്തിലാക്കുന്ന ഒരു കൂട്ടാണ് PGPR. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, എക്സ്പയറി ഉള്ളത് ഡേറ്റ് നോക്കി വാങ്ങുക, നിങ്ങളുടെ ചെടിയിലേക്ക് അപ്ലൈ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ചെയ്തതിൻ്റെ ശേഷം നിങ്ങളുടെ ചെടിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിക്കുക, നിങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഇത്രയും ശാസ്ത്രീയമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഉപയോഗപ്പെടണം. ഈ പൂക്കൃഷി അല്ലെങ്കിൽ ചെണ്ടുമല്ലി കൃഷി എല്ലാ കാലത്തേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തണം. അതിൻ്റെ എന്താ പറയുക, വളപ്രയോഗം ശരിക്കും മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക്, നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് നിങ്ങൾ തന്നെ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് താഴെ കമൻറ്റ് ചെയ്യാനും പറയുക. അവരോട് പറയണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും നിർബന്ധം ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അവരോട് അയച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കാണുക, ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ചെണ്ടുമല്ലി കൃഷിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ എത്താം. താങ്ക്